ഡിസംബർ 28 കഴിഞ്ഞിട്ടും കോൺഗ്രസ് പ്രഖ്യാപിച്ച മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ വീടിന് തറക്കല്ല് പോലും ഇട്ടില്ല. ഇത് വാർത്തയാകുകയും ട്രോളുകളായി സമൂഹമാധ്യമങ്ങളിൽ നിറയുകയും ചെയ്തതോടെ വീണ്ടും ടി സിദ്ദീഖ് രംഗത്തെത്തി. താൻ പറഞ്ഞത് തന്റെ ആഗ്രഹമാണ് എന്നായിരുന്നു ഇത്തവണത്തെ പ്രഖ്യാപനം. ഗത്യന്തരമില്ലാതെ കോൺഗ്രസിന്റെ വീട് ജനുവരിയിൽ തറക്കല്ലിടുമെന്നായിരുന്നു അടുത്ത പ്രഖ്യാപനം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് വേണ്ടി പിരിച്ച ഫണ്ടിന്റെ കണക്ക് ഇതുവരെ കോൺഗ്രസ് നേതൃത്വം പുറത്തുവിട്ടിട്ടില്ല. ദുരന്തബാധിതർക്ക് വേണ്ടി പണപ്പിരിവ് നടത്തിയ വീടെവിടെ എന്ന ജനങ്ങളുടെ ചോദ്യത്തിന് മുന്നിൽ പതറുകയും 33 കോൺഗ്രസ് ലീഗ് കുടുംബങ്ങൾ CPIMുമായി പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയും ചെയ്തപ്പോഴാണ് ടി സിദ്ദീഖ് MLAയുടെ പ്രഖ്യാപനം വന്നത്. തെരഞ്ഞെടുപ്പ് തന്ത്രമായിരുന്നു അത്. ഡിസംബർ 28-നും വീടായില്ല. രജിസ്ട്രേഷൻ നടപടി കഴിഞ്ഞാൽ സ്ഥലം പറയും. സ്ഥലം ഞങ്ങൾ കണ്ടെത്തി, സ്ഥലത്തിന്റെ അഡ്വാൻസ് കൊടുത്തു. ഞങ്ങൾ അതിന്റെ ലീഗലായിട്ടുള്ള എല്ലാ ഫോർമാലിറ്റീസും ഞങ്ങൾ പൂർത്തീകരിച്ചു. ഞങ്ങളുടെ ആഗ്രഹം ഡിസംബർ മാസം 28-ാം തീയതി കോൺഗ്രസ് ജന്മദിനത്തിൽ ആരംഭിക്കണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾ പ്രകടിപ്പിച്ചു. ഇത്തവണ വലിയ വാർത്തകളായി ട്രോളുകളായി സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു. അതോടെ ടി സിദ്ദീഖ് വീണ്ടും രംഗത്തെത്തി. അദ്ദേഹം പറഞ്ഞത് ദുരന്തബാധിതർക്കായുള്ള വീട് പണിയുമെന്ന് താൻ പറഞ്ഞത് തന്റെ ആഗ്രഹമാണെന്നായിരുന്നു. പണപ്പിരിവ് നടത്തിയതും കണക്ക് പറയാത്തതും വീട് നൽകാത്തതുമല്ല സിദ്ദീഖിന്റെ വിഷയം. CPIM അനുകൂല മാധ്യമങ്ങൾ അത് ചോദ്യം ചെയ്യുകയും വാർത്തയാക്കുകയും ചെയ്തതാണ്. ഞാൻ 28-ാം തീയതി CPM സൈബർ ഹാൻഡിലുകൾ വലിയ ആഘോഷമാക്കി അവര് അത് ഉപയോഗപ്പെടുത്താനുള്ള ശ്രമം നടത്തി. ഞാൻ പറഞ്ഞത് 28-ാം തീയതി കോൺഗ്രസ് ജന്മദിനത്തിൽ ഇതിന്റെ തറക്കല്ലിടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ കാര്യം. ദുരന്തബാധിതരുടെ ഫണ്ട് വെച്ചാണ് തന്റെ ആഗ്രഹങ്ങൾ അദ്ദേഹം ഇടയ്ക്കിടെ പറയുന്നത്. ഗത്യന്തരമില്ലാതെ അടുത്ത തീയതിയും അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഞാനിപ്പോൾ അതിൽ പറഞ്ഞൊരു 10 ദിവസത്തിനകം ഇൻ ഡീറ്റെയിൽ പത്രസമ്മേളനം അത് നിർവഹിക്കപ്പെട്ടതിന് ശേഷം നടത്തും എന്നുള്ളത് പറഞ്ഞു. ആ സമയത്ത് നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ പൂർണ്ണമായിട്ടും പറയാം. ഞങ്ങൾ അതിന്റെ എല്ലാ കാര്യങ്ങളും അതിന്റെ ഫിനിഷിംഗ് സ്റ്റേജിലാണ്. PV ജോഷില, കൈരളി ന്യൂസ്, വയനാട്.